ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇത് കണ്ടോ, ഞങ്ങൾ പോകുന്ന വഴിയാട്ടോ. അതുകൊണ്ടോ വെള്ളം കയറി ഇരുമ്പകത്ത് എത്തിയിട്ടുണ്ടേ. ഇരുമ്പകത്താണ് അപ്പം ഞാനുള്ളത് കേട്ടോ. അപ്പോൾ അത് അവിടെ ഒരു റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു നോക്കി, അത് മുഴുവൻ വെള്ളം കേട്ടോ. ഇതിനി ഇപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട്. റോഡിലോട്ട് കയറുമോ, ഞങ്ങൾക്ക് നാളെ ഷോപ്പിൽ പോകാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. അത് നോക്കിക്കേ, കണ്ടല്ലേ എന്തോരെയാണെന്നുണ്ടോ. ഫുള്ളും ഇവിടെ ഒരു തോടുണ്ട്, ആ തോട്ടിൽ നിന്ന് കയറുന്നതാണേ. കുറച്ചും കൂടെ കയറി ആ റോഡിലെത്തും കേട്ടോ. അതുകൊണ്ടോ റോഡിലെത്താനായിട്ടുണ്ട്. പക്ഷേ ഈ കലുങ്ക് പണിയൊക്കെ പണിതത് കൊണ്ട് ചിലപ്പോൾ റോഡിലൊന്നും കയറിയല്ലായിരിക്കും കേട്ടോ. അപ്പുറത്തൊക്കെ ഇതായിരുന്നു അവസ്ഥ. പക്ഷേ പെരുമഴയായിട്ട് എനിക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, എടുക്കാൻ പറ്റിയില്ല. കണ്ടില്ലേ, ഒത്തിരി അങ്ങ് വരെ കണ്ടോ കണ്ടോ. റബ്ബർ ആയതുകൊണ്ട്, റബ്ബർ തോട്ടമാണ് അതുകൊണ്ട് ഇതിൻ്റെ വീടിൻ്റെ ഈ തോടിനക്കരെയൊക്കെ വീടുണ്ട് കേട്ടോ. കണ്ടോ എന്തോ ഒരു വെള്ളക്കെട്ടാന്ന് നോക്കിക്ക്. ഈ വെള്ളക്കെട്ടൊക്കെ താണ്ടി കേട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത്. ഞാനിന്ന് നേരത്തെ ഇറങ്ങിയതാണ്. എന്താണോ, ഈ മഴ ആയതുകൊണ്ട് ഇതിൻ്റെ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ. ഇനി ഇരുപ്പവും പാലത്തിലൂടെ ഞാൻ ചെന്ന് നോക്കട്ടെ കേട്ടോ. അവിടെ വെള്ളം മൂടി കിടക്കുകയാണോ എന്താണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പം മുട്ടിയിട്ടുണ്ടാകിയല്ല, ഉരുൾ പൊട്ടിയെന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്രയും വെള്ളം വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ശക്തമായ മഴയായിരുന്നേ. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നല്ലൊരു ചെടി, അടിപൊളിയൊരു ചെടി ഇതാണ് നിൽക്കുന്നത്. ഞാൻ പിന്നെ എടുക്കുന്നൊന്നുമില്ല കേട്ടോ, മഴ ആയതുകൊണ്ട്. നമുക്ക് മുന്നോട്ട് തന്നെ ഒന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ അതാ പുഴ ഒരു ഏകദേശം മുട്ടാനായിട്ടുണ്ട് കേട്ടോ. ഇരുമ്പകത്തിൻ്റെ പാലാണ് ഇതുള്ളത് ഉണ്ടോ. ഏകദേശം മുട്ടാനായിട്ട് വെള്ളമുണ്ട് കേട്ടോ. ഒരു 2 ദിവസം കൂടി ഇങ്ങനെ മഴ പെയ്തിട്ടുണ്ട്, എന്തായാലും ഇത് മുട്ടും കേട്ടോ. ഉണ്ടല്ലോ എന്താ, രാവിലെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കുറേ തേങ്ങ അതും ഇതെല്ലാം ഇതിൽ ഒഴുകി വരുന്നുണ്ടായിരുന്നേ. ഇത് കണ്ടോ പുഴേൻ്റെ താഴ്ഭാഗം കേട്ടോ വരുന്നത്. ഇവിടെ ഫുള്ളും നിറഞ്ഞൊഴുകുന്ന സ്ഥലമാണ് കേട്ടോ. വലിയ മഴയായാൽ കഴിഞ്ഞ വർഷമൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വീട്ടിലെത്തിയിട്ടോ കൂട്ടുകാരെ. മഴ ഇച്ചിരി കുറവുണ്ടായിരുന്നില്ല, കുറച്ച് മഴ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ അവിടെ വെച്ച് വണ്ടിയൊക്കെ ഒന്ന് കഴുകണം. കണ്ടോ മൊത്തം ചെളിയാട്ടോ. ചെളി വെള്ളത്തിൽ കൂടെ കൊണ്ട് വന്നിട്ടേ, പിന്നെ ചെടി എടുത്ത് കൊണ്ടുപോയതിൻ്റെ ഒക്കെ ചെളിയുണ്ട് കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ രാവിലെ കൊണ്ടുപോയ ചെടി പേക്ക് ചെയ്തില്ലേ, ഇതുണ്ടില്ലേ, കൊറിയർ കൊടുക്കാനുണ്ടായിരുന്നതിൻ്റെ ബാക്കിയൊക്കെ ഞാനിവിടെ പിരിച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ. ഇനി ഇതിനെയൊക്കെ എടുത്തൊന്ന് പോട്ട് ചെയ്യണം. സന്ധ്യാവാനായിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ ഈ ചട്ടിയൊക്കെ ഇതല്ല, കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. കുറച്ച് ഓവറായിട്ട് കുറച്ച് മൂത്ത ചെടികളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, നല്ല ചെടികൾ മാത്രമായിരുന്നു കൊടുത്തിരുന്നത് കണ്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി എനിക്കൊന്ന് പോട്ട് ചെയ്യണം. മറ്റേ അവിടെ ഇരിക്കുന്ന അത് കണ്ടില്ലേ, അവരെയൊക്കെ എടുത്തിട്ട് മഴ നനയാതെ വെക്കണം. അതൊക്കെ എൻ്റെ ബാലൻസ് ആട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടോ ഇനിത്തെ പണിയുള്ളത്. അപ്പോൾ ഞാൻ ഇതൊന്ന് പോട്ടാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആ ചെടികളെല്ലാം എടുത്തിട്ട് പോട്ട് ചെയ്ത് വെച്ചിട്ട്, ചാണകപ്പൊടിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിനെയൊക്കെ ഞാൻ പോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഇതൊക്കെ കണ്ടോ, നമ്മളന്ന് കൊടുത്ത ചെടിക്കകത്തുള്ള മദർ പ്ലാന്റ്സ് ആട്ടോ, ആദ്യം വെക്കുന്ന തൈയായത് കേട്ടോ. ഇതുണ്ട് ഇലയൊക്കെ അത്ര ഇതില്ലാത്തതുകൊണ്ട് ഇതൊന്നും നമ്മളങ്ങനെ കുടിക്കുകയല്ല കേട്ടോ. നല്ലത് മാത്രമാണ് നമ്മൾ കൊടുക്കൽ. പക്ഷേ ഇതിനി ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് വേറെ തൈ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആ തൈ പിരിച്ച് വേറെ പോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മളതാട്ടോ കൊടുക്കുന്നത്. പിന്നെ ഇതാ അവിടെ കണ്ടില്ലേ കിടക്കുന്ന നോക്കിക്ക്, മുഴുവൻ ചെളിയായ പോർച്ചിൽ മുഴുവൻ ചെളിയാണ്. ഞാൻ പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴുകി നന്നാക്കണം. രാവിലെ മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര മഴയല്ലായിരുന്നോ. അപ്പോൾ അതുകൊണ്ട് നനയുന്നതുകൊണ്ട് ഞാൻ എല്ലാം പോർച്ചിലോട്ട് കയറ്റി വെച്ചതായിരുന്നേ. ഇനി എനിക്ക് പോർച്ച് കഴുകണം, വണ്ടി കഴുകണം, എന്നിട്ടൊക്കെ വേണം കേട്ടോ. ഇനി ഇത് നേരത്തെ വന്നുകൊണ്ട് നമുക്ക് അതിനുള്ള സമയമുണ്ട് കേട്ടോ. അതുകൊണ്ട് അപ്പടി ചാക്കൊക്കെ ഫുള്ളും മണ്ണാണ്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കഴുകട്ടെ കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ കഴുകി സുന്ദരിയാക്കിയിട്ടു കേട്ടോ. ആ ചെടിയൊക്കെ പോയി നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി അപ്പോഴത്തേനും ഇതാ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അത് എന്ത് കണ്ടോ, വണ്ടി കണ്ടോ, വണ്ടിയിൽ അപ്പടി ചെളിയാണ്. അപ്പോൾ വണ്ടി ഒന്ന് കഴുകിയിട്ട് വേണം ഇനി മഴ വരുമ്പോഴത്തേനും വണ്ടി കഴുകി വെക്കണം. അത് ചെളിക്കകത്ത് കൂടെ വരുന്നത് കൊണ്ട് ഭയങ്കര ചെളിയാട്ടോ. ചെളിവെള്ളം റോഡ് നിറച്ച് കുഴിയും. ഈ റോഡ് പണി ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ നമുക്ക് വരാനോ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയെല്ലാം കഴുകി വെച്ചിട്ട് വേണം നമ്മുടെ ചെടിയൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയൊക്കെ ഒന്ന് കഴുകി സൂപ്പറാക്കട്ടെ, നാളെ കൊണ്ടുപോകാനുള്ളതല്ലേ. അപ്പോൾ തൻ്റെ കൂട്ടുകാരെ, ഞാനും ആദ്യക്കുട്ടനൂടെ അന്ന് നട്ട കൂർക്കലില്ലേ, അത് നോക്കിക്ക് നിൽക്കുന്ന കണ്ടോ, ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ. ഇനി ഇതിൻ്റെ ഈ കൂർക്കലിൻ്റെ തല ഒടിച്ചിട്ട് നമ്മൾ ഏരി മാടിയിട്ട് നമുക്കിത് കുഴിച്ച് വെക്കണം. ഈ ഇഞ്ചിക്കൊക്കെ കണ്ടം വെട്ടിയല്ലേ, അതുപോലെ കണ്ടം വെട്ടിയിട്ട് നമുക്കിത് ഇതിൻ്റെ തലകളെല്ലാം ഒടിച്ചെടുത്തിട്ട് കുഴിച്ച് വെക്കണേ. കുഴിച്ചിട്ടാലാണ് ഇതിന് എന്താ വേറെ വിത്ത്
വിത്തുണ്ടാകുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇതാ അന്ന് കുഴിച്ച് വെച്ച ഇഞ്ചി ഉണ്ടില്ല, ഇഞ്ചി നന്നായി. പിന്നെ നമുക്ക് തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ, മണി തക്കാളി. ഇത് നമ്മൾ കക്കാടമ്പയിൽ പോയി വന്നപ്പം നമുക്ക് അവിടുന്ന് ഒരു ചേച്ചിയാണ് മണിത്തക്കാളി എന്ന് പറഞ്ഞത്. ഭയങ്കര ഔഷധ സസ്യമാണെന്നാണ് പറഞ്ഞത്. കുഞ്ഞു കുഞ്ഞ് തക്കാളിക്ക് അതിലുണ്ടാക്കുള്ളൂ. അതെന്തൊക്കെ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന കേട്ടോ. അപ്പോൾ അത് തന്നായിരുന്നു. അപ്പോൾ അത് ഞങ്ങളിവിടെ കുഴിച്ച് വെച്ചു കേട്ടോ. അങ്ങനെ വന്നപ്പോൾ ഇതാ നമ്മുടെ കാന്താരി നിറച്ചും കാന്താരി മുളക് നിൽക്കുന്നു കേട്ടോ. ഇത് ഞാൻ രാവിലെ കണ്ടായിരുന്നു. അപ്പോൾ മഴയായിരുന്നു, പറിക്കാൻ പറ്റിയില്ലേ. അപ്പോൾ ഞാൻ ഇതിനെ കൂടെ പറിച്ച് വെച്ചിട്ട് വേണം എനിക്ക് കുളിക്കാനൊക്കെ കേട്ടോ. നല്ല നിറച്ചുണ്ട്. ഇത് നമ്മൾ പറിച്ചെടുത്തില്ലുണ്ടല്ലോ, ഈ തത്തമ്മ ഇല്ലേ നമ്മുടെ റംബുട്ടാൻ മുഴുവൻ തിന്ന് തീർത്തേ. ആ തത്തമ്മ വന്നിട്ട് ഫുള്ള് കൊത്തി തിന്നു കേട്ടോ. ഇവർക്കിതാ പരിപാടി. ഇതുണ്ടോ നമ്മുടെ റംബുട്ടാൻ നിൽക്കുന്ന തീക്ക് ഒറ്റ കാവോലും ഇല്ല. ഇതാ കണ്ടോ, ഫുള്ളും ഏറ്റങ്ങൾ തിന്ന് തീർത്തു കേട്ടോ. എല്ലാം തിന്നേച്ച് വെച്ചേക്കാം. അതാ ഇവിടെയൊക്കെ കുറച്ചുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഉണ്ടോ, ഇപ്പം ഞങ്ങൾ പറിക്കുന്നില്ല, ഒരു പേടിയായി. നമ്മൾ നിപ്പേൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഉണ്ടോ, ഇപ്പോൾ ഒരു നിപ്പയൊക്കെ വന്നില്ലായിരുന്നോ, അതുകൊണ്ട് എന്താ പറിക്കുന്നില്ല. ഇതാ പൂത്ത് ഇതുണ്ടല്ലോ, പഴുത്ത് നിൽക്കുന്നുണ്ടോ. അതുകൊണ്ടാട്ടോ ഞങ്ങളിപ്പം ഇത് പറിച്ചെടുക്കാത്തത്. അവർ തന്നെ തിന്നോട്ടെ എന്ന് വെച്ചു, ബാക്കി അവർ തിന്നില്ലേ, പിന്നെ അവർ തിന്നട്ടെ എന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഞാൻ ഇത്രേ പറിച്ചോളൂ കേട്ടോ, സന്ധ്യയായിപ്പോയി. ഇനി ബാക്കി രാവിലെ പറിച്ചിട്ട് നമ്മൾ ഒരു ടിന്നിലിട്ടിട്ടുണ്ടല്ലോ, വെള്ളമൊക്കെ തുടച്ചിട്ട് ടിന്നിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര നാൾ വേണേലും പച്ചയായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പം വേണേലും എടുത്ത് ചമ്മന്തി അരയ്ക്കുകയോ കറിക്ക് ചേർക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. വെറുതെ ആണെങ്കിലും നമ്മൾ അരച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചോറിനൊക്കെ കൂട്ടുന്നത് നല്ലതാണ്, ഷുഗറുള്ളവർക്കൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ ഇതുണ്ടോ നമ്മുടെ അവക്കാഡോ കേട്ടോ. അതുണ്ടോ നല്ല വലിയ മരമായി വരുന്നുണ്ട് കേട്ടോ. അവക്കാഡോ നമ്മൾ ജ്യൂസൊക്കെ അടിക്കുന്നത് അതില്ലേ, ആ ചെടിയാട്ടോ ഇത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളെ കാണുമ്പോഴേക്കും ബൈ ബൈ.